ഒരിടക്കാല തെരഞ്ഞെടുപ്പ് വന്നെത്തിയതുകൊണ്ട് നമ്മുടെ നാടിന് ശോഭനമായൊരു ഭാവിയായി. തെരഞ്ഞെടുപ്പിന്റെ തീയതി അറിയിച്ചോ? അറിഞ്ഞില്ലേ വിശേഷങ്ങൾ? കാക്കാ കൂ കൂ കൂ. രണ്ട് പാർട്ടിക്കാരും മത്സരിച്ചോണ്ടാ ഇപ്പൊ പ്രചരണം നടത്തുന്നത്. വളരെ സന്തോഷം. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ജനങ്ങൾ എല്ലാ കാര്യം ആവശ്യപ്പെട്ടോ? വെറുതെ വിടൂ ചേട്ടാ. രണ്ട് കക്ഷിക്കാര് ശ്രദ്ധിച്ചു കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ പാലമില്ല. ആര് പാലം കെട്ടിത്തരുന്നോ അവർക്കാണ് വോട്ട്. എന്താ ഈ കേൾക്കുന്നത്? പാലം കെട്ടാതെ നമ്മുടെ പരിപ്പ് വേഗം എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കോടിക്കണക്കിന് പാർട്ടിയുടെ കാശ് എടുത്ത് നാട്ടിൽ ചെലവ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഇയാളെന്താ ഈ പറയണേ? കഴിഞ്ഞ തവണ ഭരണത്തിൽ നിന്ന് ഒരുപാട് നക്കിയതാ. ഇവനെന്തിനാ ആലോചിക്കുന്നത്? അങ്ങനെ പറയല്ല സാറേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറെ ഉണ്ടാക്കിയതല്ലേ. സഖാവേ, ഭരണം കിട്ടിയാൽ ലക്ഷക്കണക്കിന് സമ്മാനിച്ചൂടെ? സാറേ, നമുക്ക് ആദ്യം തുടങ്ങാം. സഖാവേ, ഒന്ന് സമ്മതിക്കുന്നേ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചോണ്ട് ആ കാക്കാ പാർട്ടിക്കാര് ഞങ്ങൾ നാളെ തന്നെ പാലം കെട്ടാൻ പോകുന്ന പറഞ്ഞ് പണി ആരംഭിച്ചു കഴിഞ്ഞു. ആ കാക്കാ പാർട്ടിക്കാര് പാലം കെട്ടാന്ന് പറഞ്ഞ ഉടനെ കൂക്കൂ പാർട്ടിക്കാര് ഈ പാലത്തിലേക്ക് എന്ത് കാര്യം, മനുഷ്യന്റെ ആരോഗ്യമാണ് ഏറ്റവും വലുത്, അതുകൊണ്ട് ഒരു ആശുപത്രിയാണ് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞ് ആശുപത്രിയുടെ പണി ആരംഭിച്ചു കഴിഞ്ഞു. അതെയോ? നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് ഒന്നായിരുന്നു. ഇപ്പൊ രണ്ടെണ്ണം കിട്ടിയില്ലേ? രണ്ടല്ല, മൂന്ന്. മൂന്നോ? അതെന്താ? പ്രിയമുള്ള മാന്യജനങ്ങളെ, ആശുപത്രി എന്ന് പറയുന്നത് രോഗം വരുമ്പോൾ മാത്രമാണ് ആവശ്യമുള്ളത്. എന്നാ നിങ്ങളുടെ കുട്ടികൾക്ക് 5 വയസ്സ് മുതൽ ആവശ്യമുള്ളത് വിദ്യയാണ്. അതിനുവേണ്ടി സ്കൂൾ തുറക്കാൻ പോകുന്നത് ഞങ്ങളാണ്. സൂപ്പർ സെന്റിമെന്റൽ ഐഡിയ. എന്താന്ന് പറ. നിങ്ങൾ 3 പേരും ഇങ്ങനെ നിൽക്കും. എടോ, എന്റെ ടെൻഷൻ എന്താണെന്ന് അറിയോ? കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്കൂൾ ഉണ്ടാക്കി തുറന്നു വെക്കണമെന്ന് ഞാൻ ആദ്യം എഴുതിയിട്ടത്. എന്നാ നിങ്ങളില് 3 പേരിൽ ആരോ ഒരാള് അവനിൽ നിന്ന് ചില്ലറയും വാങ്ങിയിട്ട് എന്റെ ഐഡിയ അവന് കൊണ്ട് കൊടുത്തിട്ട് അവനിപ്പോ സ്കൂൾ തുറന്നു. ഇവനങ്ങനെ ചെയ്ത് നീയല്ലേ അവന്റെ അടുത്ത് കമ്മീഷൻ മേടിച്ച് കാശ് വാങ്ങിച്ചിട്ട് കുതികാലം വിട്ടാ? ഡോഡോ, ഒന്നും മിണ്ടായിരിക്കേ. മിണ്ടുന്നില്ല. ഇപ്രാവശ്യം കെട്ടിത്തീരുന്നത് വരെ എന്റെ മനസ്സിലുള്ള ഐഡിയ ആരോടും ഞാൻ പറയില്ല. അതാണ് സസ്പെൻസ്. അല്ല, അവര് സസ്പെൻസിൽ വെച്ചെന്ന് കരുതി നീ എന്തിനാ എന്നോട് സസ്പെൻസ് കാണിക്കുന്നത്? ഇപ്പൊ പണി ആരംഭിച്ചിട്ടാവില്ലേ? എന്താന്ന് പറ. ഞാൻ പറഞ്ഞാതെ ഏട്ടൻ വിശ്വസിക്കില്ല. സാരമല്ല, നീ പറ. നമ്മുടെ നാടിന്റെ കൃത്യം സെന്ററിലായിട്ട് 6 അടി പൊക്കത്തിലായിട്ട് ഏട്ടന്റെ പ്രതിമ വയ്ക്കാൻ പോകുന്നു. സേതുരാമ, ആരാ ഇത് വന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്? അത് ഉണ്ടാക്കിയവൻ തന്നെയാ. അവിടെ ഒരു ഗുണ്ട നിൽക്കുന്നില്ലേ, അവൻ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അവൻ ആരെയാ കാത്തിക്കുന്നത്? ഉദ്ഘാടനം ചെയ്തൂടെ? ഏട്ടാ, പ്രതിമ ഉദ്ഘാടനം ചെയ്ത ഉടനെ ഏട്ടന്റെ തങ്കേച്ചിയാണ് പാലഭിഷേകം നടത്താൻ പോകുന്നത്. തങ്കേച്ചി വിളിക്കാൻ ആള് പോയിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് വരും. ഏട്ടൻ വെയിറ്റ് ചെയ്യും. ശരി ശരി. അയ്യോ, ഇതെന്ത് കോലമാടാ? വിധവയുടെ വസ്ത്രം ഇങ്ങനെയല്ലേ? തൊട്ടടുത്ത് ചെക്കൻ നിക്കണ കണ്ടില്ലേ? എന്തിനാ ഇത് മൊട്ട അടിച്ചത്? മോളെ തങ്കം, നിന്റെ ഭർത്താവിന്റെ ശില ഞാൻ ഉദ്ഘാടനം ചെയ്യട്ടെ? കരയണ്ട മോളെ, പറഞ്ഞോളൂ. കൈയടിക്കാൻ പറ. അയ്യേ, ആരാടാ ഈ പ്രതിമ ഉണ്ടാക്കിയത്? ഒരു കിളവനെ പോലില്ലേ? ഇപ്പോഴും കൊച്ചു പയ്യനാന്ന വിചാരം. മോളെ തങ്കം, അദ്ദേഹം ശിലയായി. ഒരു ആൺതുണ ഇല്ലാതെ, ജീവിതത്തിൽ ഒരു സന്തോഷവും ഇല്ലാതെ എങ്ങനെയാ കാലം തള്ളി നീക്കുന്നോർത്ത് ഒട്ടും വിഷമിക്കണ്ട മോളെ. നിനക്ക് യാതൊരു കുറവും വരാതെ എല്ലാ കാര്യവും നോക്കി പൂർണ്ണ സംരക്ഷണയോടെ ഭർത്താവിന്റെ സ്ഥാനത്ത് വെക്കേണ്ടത് എന്റെ കടമ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ശരിയാന്ന് തോന്നുന്നുണ്ടോ? നാട്ടുകാരുടെ മുമ്പിൽ ഇത്ര വലിയ അനാവശ്യമാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങളിപ്പോൾ താനങ്ങൾ എങ്ങനെ നാണം കെടുത്തിയത് ശരിയായില്ല. കറക്റ്റ്. ഞങ്ങൾ ശത്രുക്കളാണെങ്കിലും പല കാര്യത്തിലും വഴക്കടിക്കും. എന്നാൽ ഈ ഒരു കാര്യത്തില് ഞങ്ങൾ ആണുങ്ങളെല്ലാം ഒറ്റക്കെട്ട. ഞങ്ങൾക്ക് നോക്കാറിയാം. ഓരോ വർഷം ഓരോരുത്തർ നോക്കും.
ഒരു മാസം ഞാൻ നോക്കും. അടുത്ത മാസം ഞാൻ നോക്കും. ആദ്യം ഞാൻ നോക്കിക്കോളാം. എന്തിനാ ഈ സമയത്ത് വന്നിരിക്കുന്നത്? എടാ, എന്തിനാ മോനെ എടുത്തോണ്ട് വന്നിരിക്കുന്നത്? എന്താ കാര്യം എന്നൊന്ന് പറയടാ. അന്ന് ഏതോ ഒരു ബോഡി മൂടി പൊതിഞ്ഞെടുത്ത് ഏട്ടന്റെയാന്ന് പറഞ്ഞ് ഇവനെ കാണിച്ചു കൊടുത്തില്ലേ? ഇവനൊന്നും മനസ്സിലായിട്ടില്ല. അതിനുശേഷം ഏട്ടന്റെ പ്രതിമ കണ്ടപ്പോ മുതല് അച്ഛ അച്ഛ എന്ന് പറഞ്ഞ് വിളിച്ച് കരഞ്ഞ് അവസാനം കുഴഞ്ഞു വീണു. എന്തിനടാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഡോക്ടർ അടുത്ത് വല്ലതും കൂട്ടിക്കൊണ്ട് പോയില്ലേ? ഒന്നുമില്ലേട്ടാ, ചെറിയൊരു പനി അത്രേ ഉള്ളൂ. കാര്യം ചെറുതാണെങ്കിലും എനിക്ക് തോന്നി ഏട്ടനെ ഒന്ന് കാണിച്ചാ എല്ലാം ശരിയായിക്കൊള്ളുന്നു. അതും ശരിയാ. പിന്നെ ഇതൊന്നും തങ്കേച്ചിയോട് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത്താഴത്തില് കുറച്ച് ഉറക്കഗുളിയെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഏ, തങ്കേച്ചിയെ ഉറങ്ങാൻ വിട്ടിട്ട് ഞാൻ ഇവനെ എടുത്തോണ്ടിങ്ങ് പോന്നതാ. ഇതാ, എന്ത് പണിയാടാ കാണിച്ചത്? പറയടാ. സന്തോഷം മോനെ. ഏ ഒന്നുമില്ല, പേടിക്കാനൊന്നുമില്ല മോനെ. അച്ഛാ അച്ഛാന്ന് വിളിച്ച് നീ കരഞ്ഞില്ലേ? ദേ നോക്ക്. സന്തോഷം മോനെ. അച്ഛാ സുഖം തന്നെയല്ല അച്ഛാ? ആ, ഞാൻ നന്നായിട്ടാടാ ഇരിക്കുന്നത്. എനിക്കൊരു കുഴപ്പമില്ലടാ. ഒരു ദിവസം അമ്മയോട് മൂപ്പ ചോദിച്ചപ്പോ അച്ഛനല്ല എന്നെ കൊട്ടിയത്. അയ്യോ, അതേടാ അതേടാ, തെറ്റ് തന്നെയാടാ. ഇനി നിന്റെ തലയ്ക്ക് ഞാൻ കൊട്ടില്ല. അമ്മേടെ അടുത്ത് എന്നെ കണ്ട കാര്യം പറയണ്ട. അതൊന്നും ഞാൻ പറയില്ല. അച്ഛനെ കാണാത്തോണ്ട് അമ്മ ആഹാരം ഒന്നും കഴിക്കാതെ ഇരിക്കുന്നെ. ശരിക്കും ഉറക്കം പോലും ഇല്ല. അയ്യോ എപ്പ നോക്കിയാലും കരഞ്ഞോണ്ടിരിക്കുക. അയ്യോ ഈശ്വരാ. എന്തിനാ അച്ഛൻ ഇവിടെ താമസിക്കുന്നെ? എപ്പോഴാ വീട്ടിലേക്ക് വരിക? ഒരു 4-5 ദിവസത്തിനുള്ളില്. അതിനുശേഷം അച്ഛൻ വീട്ടിൽ വരും മോനെ. ശരി അച്ഛാ. എന്നാ, സീതരാമ. നീ ടാറ്റ പറഞ്ഞേട്ടെ. അച്ഛന് ചാറ്റ കൊടുക്ക്. ടാറ്റാ. ശരിക്കും ശ്രദ്ധിക്കണേ. ആ. ചേട്ടനാണെങ്കി പോയി. ഇന്ന് അടുത്ത ആള് വന്നു. എന്റെ ഈശ്വര, ഈ സ്വപ്നം പുറത്തു പറയാൻ പറ്റുമോ?